ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ടൊമാറ്റോ റൈസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് ആയിട്ടാണ് ടൊമാറ്റോ റൈസ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം. ഞാനിതാ റൈസ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കുതിർക്കാൻ വെക്കാം. ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസോ ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. സാധാ ചോറിനോട് വരെ നമ്മൾ ടൊമാറ്റോ റൈസ് ചെയ്യുന്നവരുണ്ട്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് വെള്ളം പോകാൻ വേണ്ടി ഇതുപോലെ ഒരു ഓട്ടപാത്രത്തിൽ മാറ്റി വെക്കാവുന്നതാണ്. ഞാൻ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. അപ്പം നമുക്ക് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് റൈസ് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അരി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റൈസ് ഒരു 80% വേവായെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ഊറ്റി വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ ഓട്ടപാത്രത്തിലേക്ക് അരി മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതുപോലത്തെ ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ നേരത്തെ ഒഴിച്ച ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. കൂടെ നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം, നല്ല ജീരകം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഐറ്റംസ്, പട്ട, കറാമ്പു, ഇല ഒക്കെ നമുക്ക് ഒന്ന് ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഐറ്റംസ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു തക്കാളിക്കറി അല്ലെങ്കിൽ തക്കാളി വഴറ്റിയ മസാല പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ടൊമാറ്റോ റൈസിൻ്റെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരു തക്കാളിയും ഒരു ഉള്ളിയും കുറച്ച് ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ടൊമാറ്റോ റൈസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ക്വിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്ക് ഉച്ചയ്ക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്. സോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ റൈസും മസാലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഒരു യെല്ലോ റെഡിഷ് കളറായിട്ട് റൈസ് മാറും. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ മസാലയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുടെ ടൊമാറ്റോ റൈസ് ഓൾമോസ്റ്റ് റെഡിയായി. ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇനി നമ്മളുടെ ടൊമാറ്റോ റൈസ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം ഇതുപോലെ ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കി നമ്മളുടെ കുട്ടികളുടെ ലഞ്ച് സൂപ്പറാക്കുക. കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. സൈഡായിട്ട് ഇത്തിരി സാലഡും ചമ്മന്തി ഉണ്ടെങ്കിൽ ടൊമാറ്റോ റൈസ് പൊളിയാണ് ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിക്കാൻ. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.